വേടനെ വേട്ടയാടുന്ന ആര്? വേടന്റെ വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ വേടൻ പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് വേടൻ വളർന്നത്. പ്രോഗ്രാം വേടന്റെ നടക്കുമ്പോൾ പതിനായിരങ്ങളൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അങ്ങനത്തെ ജനസമ്മതി കിട്ടിയ ഒരാളാണ് വേടൻ. പലരെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ആ ഉറക്കം കെടുത്തിയ ആൾക്കാരാണ് ഈ MG ശ്രീകുമാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. നോക്കൂ, ഇത്രയും 10-40 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും ഇങ്ങേരൊരു അമ്പലപ്പറമ്പിലൊരു പാട്ട് പാടിയാൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ 10-20 ഇരട്ടിയാണ് വേടനെ പോലുള്ള ഒരാൾ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ എപ്പോഴെങ്കിലും ആവാം, ഉത്സവപ്പറമ്പിലോ എപ്പോഴ വന്നാലും ഉണ്ടാവുന്നത്. ഒന്നത്. രണ്ട്, വേടന്റെ വരികൾ കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ്. ആര് തൊട്ടാലും കൈമുറിയും. അതുകൊണ്ട് വേടന്റെ വരികൾ വായിച്ചാൽ പോയിട്ട് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് പെട്ടയ്ക്കണ അല്ലെങ്കിൽ അവന്മാരൊക്കെ ഇട്ട് കുത്തുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് തിരിച്ചു കുത്താൻ എങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു ഈ ആൾക്കാരൊക്കെ. കാരണം ചില അത്രയും ജനസമ്മതി, അത്രയും സപ്പോർട്ടാണ് വേടനെ പറ്റി. നെഗറ്റീവായിട്ടൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയും. സപ്പോസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും വേടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വോട്ടിനെ ബാധിക്കും, പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഇത്രയും, അതായത് ഇപ്പം ഗാന്ധിജിയെ കൊന്നതുപോലെ അങ്ങനെയാണല്ലോ, ഇതാണ് മതം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാറുന്നല്ലോ. അപ്പോൾ ഗാന്ധിജി അവർക്ക് ശത്രുതയായി. അപ്പോൾ വേടൻ എന്ന് പറഞ്ഞൊരു ആൾ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതാണെങ്കിൽ വേടൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടത് ചേരിയിലേക്ക് പോകുന്നൊരു രാഷ്ട്രീയം. അപ്പോൾ അത് വളർത്തിക്കൊണ്ട് വന്നാൽ ഒരിക്കലും നല്ലതല്ല എന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഡയറക്റ്റായിട്ടൊരു അറ്റാക്കിന് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇവർക്ക് നേരെ തിരിയുന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ഇവർ എങ്ങനെ വേടനെ കൊടുക്കാം, എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടയ്ക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ട് നിന്ന ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഈ വലിയ ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ ഇന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഓർമ്മയില്ല ആ ഉദ്യോഗസ്ഥൻ്റെ പേര്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഞാൻ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ ജാതി അവിടെ എത്തും. കാരണം ഇന്ന ജാതിയിലുള്ള ഒരാളാണ് വരുന്നത്, ഇന്ന ആളാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ സംസാരം. ആ ഒരു പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ നിയമം വെച്ച് കളിക്കുമ്പോൾ ചില സമയത്ത് നീതിക്ക് കോട്ടം സംഭവിക്കും. അപ്പോൾ ആ ഒരു കേസ്, അത് സത്യത്തിൽ വേടൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലമായിട്ട് അവൻ വേദനിച്ച കാര്യങ്ങൾ, അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് പ്രതിഷേധമായിട്ട് അവൻ്റെ വരികൾ അവൾ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഇനി അവനെ പ്രതികാരം കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ റിവെഞ്ച് ഏത് രീതിയിലായിരിക്കും വരികളിൽ പ്രതിഫലിക്കുക എന്നുള്ളത് നിങ്ങളത് ഓർത്ത് വെച്ചോ.